നമ്മുടെ സിലബസിൽ വാട്ടർ മീറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വാട്ടർ മീറ്റർ സൈസിങ്, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ, റിപ്പയേഴ്സ്, മെയിൻ്റനൻസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്, പ്രിവെൻഷൻ ആൻഡ് ഓഫ് ടാമ്പറിംഗ്, റീപ്ലേസ്മെൻറ്റ്, ഓട്ടോമാറ്റിക് വാട്ടർ മീറ്ററിംഗ് സിസ്റ്റംസ്, റെലവൻറ്റ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് സിലബസിൽ പരാമർശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഒരു വാട്ടർ മീറ്റർ. വാട്ടർ മീറ്റർ എന്താണ്? ഇറ്റ്സ് എ ഡിവൈസ് ഫോർ മെഷറിംഗ് ആൻഡ് രജിസ്റ്ററിംഗ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് പാസസ് ത്രൂ എ പൈപ്പ് ഓർ അതർ ഔട്ട്ലെറ്റ്, യൂഷ്വലി ഫോർ ബില്ലിംഗ് പർപ്പസസ്. നമ്മുടെ വാട്ടർ മീറ്ററും ഫ്ലോ മീറ്ററും എന്നൊക്കെ പറയുമ്പോൾ വാട്ടർ മീറ്ററും ഫ്ലോ മീറ്ററും ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വാട്ടർ മീറ്റർ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഫ്ലോ മീറ്ററും പറയുന്നുണ്ട്, പക്ഷെ അത് അത്ര കാര്യമായി നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ വാട്ടർ മീറ്റർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു വാട്ടർ സപ്ലൈ, വെള്ളം വിൽക്കുകയാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ. വെള്ളം ആളുകൾക്ക് കൊടുക്കുകയും അതിൻ്റെ കരം പിരിക്കുകയും എത്ര കൂടും അതിൻ്റെ വോളിയം അനുസരിച്ച് വാട്ടർ ചാർജ് കളക്ട് ചെയ്യുകയും അത് വെച്ചിട്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് വാട്ടർ അതോറിറ്റി. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ മീറ്റർ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എത്രത്തോളം വെള്ളം ഒരാൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി, ഒരു ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നോൺ ഡൊമസ്റ്റിക് കാറ്റഗറിക്കാരൻ കൺസ്യൂം ചെയ്യും എന്നതറിയാൻ വേണ്ടിയിട്ട് ഈ വാട്ടർ മീറ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം. വാട്ടർ മീറ്റർ നമുക്ക് ഫ്ലോ മെഷർമെൻ്റ് അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. എത്രത്തോളം വെള്ളം കൺസ്യൂം ചെയ്തു, ആ കൺസ്യൂം ചെയ്ത വെള്ളം അനുസരിച്ച് നമുക്ക് ബില്ല് ചെയ്യാനും കഴിയണം. ഇത്ര തീയതി മുതൽ ഇത്ര തീയതി വരെ ഇത്ര കിലോ ലിറ്റർ വെള്ളം നിങ്ങൾ ഉപയോഗിച്ചു, അതുകൊണ്ട് ഇത്ര രൂപ അടയ്ക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് ആ ബില്ലിംഗ് പർപ്പസിന് ഒരു ക്വാണ്ടിറ്റി തരുന്ന ഉപകരണമാണ് വാട്ടർ മീറ്റർ. അപ്പോൾ ഫ്ലോ മീറ്ററും വാട്ടർ മീറ്ററും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ എത്രത്തോളം വെള്ളം ഒരു സമയത്ത് പാസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഫ്ലോ മീറ്ററിൽ നമുക്ക് കിട്ടുകയുള്ളൂ. ഈ പറഞ്ഞ പോലെ ടോട്ടൽ ഫ്ലോ എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റും. പക്ഷെ വാട്ടർ മീറ്ററിലാണ്, വാട്ടർ മീറ്റർ എന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ കൺസ്യൂം ചെയ്ത ക്വാണ്ടിറ്റി ബില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് വാട്ടർ മീറ്ററിൽ കൂടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് വാട്ടർ മീറ്ററും ഫ്ലോ മീറ്ററും തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ മനസ്സിലുണ്ടാവണം. ഫ്ലോ മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വെള്ളം കിട്ടുന്നില്ല, ഒരു പ്രദേശത്ത് ആവശ്യത്തിന് ജലം ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ വരവ് കുറവാണെന്ന് തോന്നുന്നു, എവിടെയും ബ്ലോക്കായിട്ട് വെള്ളം വരവ് കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലോ ഒന്ന് മെഷർ ചെയ്യാം. ഏതെങ്കിലും ഒരു പൈപ്പിൻ്റെ പോർഷൻ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ എന്തെങ്കിലും നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക്കോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് മീറ്ററോ ഫ്ലോ മെഷർമെൻറ്റ് യൂണിറ്റ് നമ്മൾ ആ പൈപ്പിൽ രണ്ട് സൈഡിലായിട്ടൊക്കെ ഫിക്സ് ചെയ്തിട്ട് ഈ പൈപ്പിലൂടെയുള്ള ഫ്ലോ ഇത്രയാണ്. സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലോ ഒരു 30 mld ആണെങ്കിൽ ഇന്നിപ്പോൾ 25 mld ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഫ്ലോ കുറവാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഫ്ലോ മീറ്റർ. പക്ഷേ വാട്ടർ മീറ്റർ അങ്ങനെയല്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം എത്രമാത്രം വെള്ളം കൺസ്യൂം ചെയ്തു എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപകരണമാണ് വാട്ടർ മീറ്റർ. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ നമ്മുടെ വാട്ടർ മീറ്റർ കൺസംഷൻ എങ്ങനെയാണ്? സാധാരണ ഇത്ര ലിറ്റർ വെള്ളം എന്നൊക്കെ നമ്മൾ പറയും, മീറ്റർ ക്യൂബ് വെള്ളം, 1 m ക്യൂബ് വെള്ളം, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വാണ്ടിറ്റി പറയുന്നത്. പക്ഷെ നമ്മൾ വാട്ടർ മീറ്ററിലെ യൂണിറ്റ് നമ്മൾ ഈ ഫിഗറിൽ തന്നെ നോക്കൂ. ഈ പടത്തിൽ ഇവിടെ കിലോ ലിറ്റർ എന്ന് എഴുതിയത് കാണാമല്ലോ. ഇവിടെ കിലോ ലിറ്റർ എന്ന് എഴുതിയത് കാണാൻ കഴിയുന്നുണ്ടോ? കിലോ ലിറ്റർ കഴിയുന്നുണ്ടോ? അറിയില്ല, പറഞ്ഞു. കിലോ ലിറ്റർ. അപ്പം എന്താണ് കിലോ ലിറ്റർ എന്ന് പറയുന്നത്? 1000 ലിറ്റർ ആണ് അല്ലേ? 1000 ലിറ്റർ വെള്ളമാണ് ഒരു കിലോ ലിറ്റർ. അപ്പോൾ 1000 ലിറ്റർ വെള്ളം ആണ് ഒരു കിലോ ലിറ്റർ. നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ബില്ലിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത് ഈ കിലോ ലിറ്റർ കണക്കാണ്. ഒരു യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് 1 കിലോ ലിറ്റർ ആണ്. അപ്പോൾ 1 കിലോ ലിറ്റർ വെള്ളം കൺസ്യൂം ചെയ്തു എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ. അപ്പോൾ 5000 5 കിലോ ലിറ്റർ വരെ മിനിമം വാട്ടർ ചാർജാണ്. അത് 1 കിലോ ലിറ്റർ ഉപയോഗിച്ചാൽ, 2 കിലോ ലിറ്റർ ഉപയോഗിച്ചാലും 5 കിലോ ലിറ്റർ വരെ മിനിമം ചാർജാണ് ഒരു മാസം നമ്മൾ എടുക്കുന്നത്. 5 രൂപയായിരുന്നു 4 രൂപയായിരുന്നു. അതിപ്പോൾ ചെറുതായിട്ട് ഒരു 10% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്.
പക്ഷെ ഇതിൽ കൂടെ നമ്മൾ ഒരു ദിവസം 1 കിലോലിറ്റർ വെള്ളം പോകുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 30 കിലോലിറ്റർ വെള്ളം നമ്മൾ ഈ ഇതിൽ കാണിക്കണം. 30 കിലോലിറ്റർ ഡയൽ അതിൽ ഇൻഡിക്കേഷൻ കാണിക്കണം. പക്ഷെ വളരെ സ്ലോയിലാണ് ഈ വെള്ളം പോകുന്നതെങ്കിൽ, വളരെ ഡ്രിപ്പ് ചെയ്താണ് പോകുന്നതെങ്കിൽ മിനിമം വെള്ളമേ ഇതിൽ പോകുന്നുള്ളൂ. നമ്മുടെ ടാങ്കിലേക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കട്ടെ. അപ്പോൾ ചെറുതായിട്ട് വെള്ളം പോകും. അപ്പം മിനിമം ക്വാണ്ടിറ്റി വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ഈ മീറ്റർ ചിലപ്പോൾ റീഡ് ചെയ്യണമെന്നില്ല, അല്ലേ? കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മീറ്റർ കറങ്ങണമെങ്കിൽ, ഒരു മെക്കാനിക്കൽ മീറ്റർ ആണെങ്കിൽ ഇതിലൊരു ചെറിയ ഫോഴ്സ് വന്ന് ഇതിൻ്റെ ഡയലൊക്കെ ഒന്ന് കറക്കണം, പിന്നെ അതൊന്ന് പോകണം, അല്ലേ? അപ്പോൾ ആ ഫോഴ്സ് ഒന്നും ഇല്ലാതെ വളരെ സ്ലോ ആയിട്ട് ചെറിയൊരു വെലോസിറ്റിയിലാണ് വെള്ളം പോകുന്നതെങ്കിൽ ചിലപ്പോൾ ആ വെള്ളം ചിലപ്പോൾ മീറ്റർ ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് വരുന്ന സ്ലൈഡുകൾ നിങ്ങൾക്ക് കാണാം. നമുക്ക് ബേസിക് ആയിട്ട് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം: പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് എന്നും വെലോസിറ്റി ടൈപ്പ് എന്നും. നമുക്കിത് കൂടാതെ ഇലക്ട്രോ മാഗ്നറ്റിക് മീറ്റർ ഉണ്ട്, അൾട്രാസൗണ്ട് മീറ്റർ ഉണ്ട്, അതൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് കണക്ഷനിൽ, അല്ലെങ്കിൽ സാധാരണ ഒരു വാട്ടർ യൂട്ടിലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി, അവർ ഈ പറഞ്ഞ മീറ്ററുകളെ കുറിച്ചായിരിക്കും മേജറായിട്ട് കൺസേൺഡ് ആവുക. അതൊന്ന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ, പിന്നെ വെലോസിറ്റി ടൈപ്പ് മീറ്റർ. ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈപ്പ് മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെക്കാനിക്കലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പിസ്റ്റൺ അങ്ങനെയൊക്കെ ഉള്ള അറേഞ്ച്മെന്റ് പഠിച്ചിട്ടുണ്ടാവും. ഈ മീറ്ററിൽ നമ്മുടെ ഫ്ലോ വരുന്നതനുസരിച്ച് അത്രയും വോളിയം മെഷർ ചെയ്യാൻ കണക്കാക്കി ഒരു ഫിസിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ ദിസ് മെത്തേഡ് റിലൈസ് ഓൺ ദ വാട്ടർ ടു ഫിസിക്കലി ഡിസ്പ്ലേസ് ദ മൂവിങ് മെഷറിംഗ് എലമെന്റ് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ to the amount of water that passes through the meter. The piston or disc moves a magnet that drives the register. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മെഷറിംഗ് എലമെന്റ് ഉണ്ട്. ഇതിങ്ങനെ കറങ്ങുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്തുകൂടെ പോകുന്നതിന് ഒരു കറസ്പോണ്ടിങ് വോളിയം കാണും. കറക്റ്റ് വരുന്ന അളവും ഇതിൻ്റെ അകത്തുള്ള വോളിയവുമായിട്ട് മാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് എപ്പോഴും ഇത് കറങ്ങിക്കൊണ്ടിരിക്കണം. ഇതിലൊരുപാട് മെക്കാനിക്കൽ മൂവ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈപ്പ് മീറ്ററിൽ മെക്കാനിക്കൽ വിയർ ആൻഡ് ടിയർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് ഏറ്റവും ആദ്യകാലത്തുള്ള മീറ്ററാണ്. ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ദെയർ ആർ വെരി ആക്യുറേറ്റ് ആൻഡ് അറ്റ് ദി ലോ ടു മോഡറേറ്റ് ഫ്ലോ റേറ്റ്സ് ടിപ്പിക്കൽ ഓഫ് റെസിഡൻഷ്യൽ ആൻഡ് സ്മോൾ കമേഴ്ഷ്യൽ യൂസേഴ്സ്. ഇത് നല്ല ആക്യുറേറ്റ് ആണ്. But because displacement meters require that all water flows through the meter to push the measuring element, they generally are not practical in large commercial applications requiring high flow rates or low pressure loss. ഈ പുഷിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഒക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് തന്നെ ചില ഭയങ്കര സ്പീഡിലൊക്കെ ഇങ്ങനെ പോകുന്ന കമേഴ്ഷ്യൽ ആപ്ലിക്കേഷനിലൊക്കെ ഈ മെക്കാനിക്കൽ സാധനം കൊണ്ടുവച്ചാൽ കറങ്ങി, അപ്പോൾ നല്ല സ്പീഡിൽ കറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇതായിപ്പോവും, പെട്ടെന്ന് തന്നെ കേടാവും. പിന്നെ PD meters normally have a built-in strainer വേണം. എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്ത് വല്ല കല്ലോ കട്ടയോ ഒക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മെക്കാനിക്കൽ പാർട്സ് കേടാവും. built-in strainer to protect the measuring element from rocks or other debris that could stop or break the measuring element. PD meters normally have bronze, brass or plastic bodies with internal measuring chambers made of molded plastics and stainless steel. ഇതിലൊരു അതിൻ്റെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് മീറ്ററിൽ പലതരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ഉണ്ട്. അതിലൊരു മീറ്ററിന്റെ പേര് ഓസിലേറ്റിംഗ് പിസ്റ്റൺ മീറ്ററാണ്. ഓസിലേറ്റിംഗ് പിസ്റ്റൺ മീറ്റർ. ഒരു പിസ്റ്റൺ എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ അകത്ത് പിസ്റ്റൺ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പേരൊന്ന് ഓർക്കുക. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു വൺ വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൽ കുറച്ച് പേരുകൾ പറയുന്നു. പോസിറ്റീവ് ടൈപ്പിൽ ഓസിലേറ്റിംഗ് പിസ്റ്റൺ, ഇങ്ങനെ ന്യൂട്ടേറ്റിംഗ് ഡിസ്ക്, ഇങ്ങനെ കുറച്ച് പേരുകൾ പറയും. അതിൻ്റെ കൂട്ടത്തിൽ ഇതല്ലാത്ത ഒരെണ്ണം കൂടെ പറയും. അല്ലെങ്കിൽ ഒരെണ്ണം ഇത് കാണും, ബാക്കിയുള്ളതൊക്കെ വേറെ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റണം. അപ്പോൾ ഇതിനെക്കുറിച്ച് വായിക്കുകയാണെങ്കിൽ ദ early meters were of reciprocating piston design after the familiar D-slide valve used in steam engines.
Worthington's original meter consisted of 2 cylinders and plungers with inlet and outlet ports arranged in such a way that as water is in one cylinder was discharged by the piston, the other cylinder was filling. ഒരു 2 സിലിണ്ടർ ഉണ്ട്, ഒരെണ്ണത്തിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് മറ്റേന്ന് ഡിസ്ചാർജ് ചെയ്യും, അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിന്ന് ഡിസ്ചാർജ്, അങ്ങനെ ഒരു ഡബിൾ സിലിണ്ടർ. വാട്ടർ ഫ്ലോ ത്രൂ ദീസ് മീറ്റേഴ്സ് വാസ് സബ്ജക്ട് ടു പൾസേഷൻ കോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് ദ പിസ്റ്റൺ. അപ്പോൾ ഇവിടെ പിസ്റ്റൺ മൂവ്മെന്റ് കാരണമാണ് ഈ വെള്ളം അകത്തേക്ക് പോകുന്നത്, അകത്തേക്ക് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് കൗണ്ടറിൽ റീഡിങ്സും വരും. അതുകൊണ്ട് എന്താണ് പറ്റുക? ഹൈ ഫ്രിക്ഷൻ ലോസസ് വേർ encountered. Close accuracy was impossible because the meter counted the number of piston strokes whose length varied with the flow rate. Variations in velocity of the strokes caused variable compression of the rubber cushions at each end of the cylinders. ഇത് പഴയ ഒരു മീറ്ററിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. ഇത് നിങ്ങൾക്ക് കാണാം, മ്യൂട്ടേറ്റിംഗ് ഡിസ്ക് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമുക്ക് ആ വോളിയം, വെള്ളത്തിൻ്റെ വോളിയം നമുക്ക് മെഷർ ചെയ്യാം, അല്ലെ? അതിൻ്റെ ആ ഒരു ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചെറിയൊരു എന്താണ് സ്കെച്ച് പോലെ. അതായത് അത് വരുന്ന വെള്ളം ഒരു പർട്ടിക്കുലർ വോളിയത്തിൽ ഫില്ല് ചെയ്യുക, ഒരു റൊട്ടേഷൻ കഴിയുമ്പോൾ അതങ്ങ് അടുത്തേക്ക് തുറന്നു വിടുക. അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ ഇത് കറങ്ങുമ്പോൾ ഇത് ചെയ്യുമ്പോൾ, ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഡിങ്സ് മാറുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വോളിയം ഉണ്ടാവുക, അത് മെഷർ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഈ ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈപ്പ് മീറ്ററിനാണ് മ്യൂട്ടേറ്റിംഗ് ഡിസ്ക് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ഇതാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ടൈപ്പ് മീറ്റർ, PD മീറ്റർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ വെലോസിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞു. വെലോസിറ്റി ടൈപ്പ് ആണെങ്കിലും അതിന് അറിയപ്പെടുന്നത് ഇൻഫറൻഷ്യൽ മീറ്റേഴ്സ് എന്നാണ്. ഇൻഫറൻഷ്യൽ മീറ്റേഴ്സ് എന്ന് പറയുന്നത് നേരത്തെയൊക്കെയാണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റിലൊക്കെയാണ് വോളിയം ഡയറക്റ്റ് ആയിട്ട് ആ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിംഗ് ആണ് വന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തെങ്കിലും ഒരു ഇൻഫറൻഷ്യൽ മീറ്റേഴ്സ് ഡു നോട്ട് മെഷർ ദ വോളിയം ഓഫ് വാട്ടർ പാസിംഗ് ത്രൂ ദം ഡയറക്ട്ലി ബട്ട് ഇൻഫർ ദ വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് ഫ്രം ദി വെലോസിറ്റി ഓഫ് ദ വാട്ടർ. വെള്ളത്തിന്റെ ഫ്ലോ വെലോസിറ്റി എത്രയാണ് എന്ന് നോക്കിയിട്ട് ആ വെലോസിറ്റിക്ക് അനുസരിച്ച് ഒരു റൊട്ടേഷൻ എന്തെങ്കിലും ഉണ്ടാവും. ആ സ്പീഡിനെ വോളിയമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇപ്പം വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റേഴ്സ് ഈ ടൈപ്പാണ്. 2 കാറ്റഗറീസ് ഓഫ് ഇൻഫറൻഷ്യൽ മീറ്റേഴ്സ് കോമൺലി യൂസ്ഡ് ആർ. ഒന്ന്, മീറ്റേഴ്സ് യൂസിങ് എ റേഡിയൽ വെയിൻ ഇംപെല്ലർ. ഒരു റേഡിയൽ വെയിൻ, ഒറ്റ ഇംപെല്ലർ റേഡിയൽ വെയിൻ ടൈപ്പ് ഉണ്ടാകും. ആ റേഡിയൽ വെയിനിൽ തന്നെ സിംഗിൾ ജെറ്റും ഉണ്ട്, മൾട്ടി ജെറ്റും ഉണ്ട്. ഇനി ഹെലിക്കൽ വെയിൻ, ഒന്ന് റേഡിയൽ വെയിൻ ആണെങ്കിൽ മറ്റൊന്ന് ഹെലിക്കലായിട്ട് വെള്ളം ഇങ്ങനെ കറങ്ങി സ്ക്രൂ ഹെലിക്കലായിട്ട് കയറി പോകുന്ന പോലെ വെള്ളം ഈ ഇംപെല്ലർ കൂടെ പോകും, ഹെലിക്കലായിട്ട് പോകും. അപ്പം അങ്ങനെ 2 ടൈപ്പാണ്. മീറ്റേഴ്സ് യൂസിങ് റേഡിയൽ വെയിനും ഉണ്ട്, ഹെലിക്കൽ വെയിനും ഉണ്ട്. അപ്പോൾ അത് ഇൻഫറൻഷ്യൽ മീറ്റേഴ്സ് ആണ്. ഇതെന്താണെന്ന് കൂടെ നോക്കാം. ഈ വെലോസിറ്റി ടൈപ്പ് വാട്ടർ മീറ്ററിലാണ് ഈ സംഭവം വരിക. അത് വെലോസിറ്റി ഓഫ് ഫ്ലോ ആണിത് മെഷർ ചെയ്യുന്നത്. ദ സ്പീഡ് ഓഫ് ദ ഫ്ലോ then be converted into volume of flow to determine the usage. ഇത് നോക്കൂ, ഇത് നേരത്തെ പറഞ്ഞ പോലെ റേഡിയൽ ടൈപ്പിൽ എങ്ങനെയാണ് ഫ്ലോ വരുന്നത്. ഇത് സിംഗിൾ ജെറ്റ് മീറ്ററും ഉണ്ട്, മൾട്ടിപ്പിൾ ജെറ്റ് മീറ്ററും ഉണ്ട്. സിംഗിൾ ജെറ്റ് മീറ്ററാണ്. സിംഗിൾ ജെറ്റിലാണെങ്കിൽ ഒരു ജെറ്റാണ് അതിൽ വരിക. ഒരു ജെറ്റും റേഡിയലായിട്ട് ഇതുപോലുള്ള ഇതുണ്ടാവും, ബ്ലേഡ് ഉണ്ടാവും, വെയിൻസ് ഇതിങ്ങനെ കറങ്ങും. ആ കറങ്ങുന്നതനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി അനുസരിച്ച് വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതാണ് സിംഗിൾ ജെറ്റ് സംഭവിക്കുക. അപ്പോൾ ഈ സിംഗിൾ ജെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒറ്റ ജെറ്റേ ഉള്ളൂ. അത് കാരണം എന്താ പറ്റുക, അത് നല്ല ഇമ്പാക്റ്റ് അതിൽ ഈ ബ്ലേഡ്സിൽ ഉണ്ടാക്കും, നമ്മുടെ ഈ വെയിൻ ബ്ലേഡ്സിൽ. അതേസമയം മൾട്ടിപ്പിൾ ജെറ്റ് ആണെങ്കിൽ ഇങ്ങനെ പല ഭാഗങ്ങളിലൂടെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് അത്ര ഇമ്പാക്റ്റ് വരില്ല. അതുകൊണ്ട് ഈ വെയർ ആൻഡ് ടയർ കുറവ് എപ്പോഴും മൾട്ടി ജെറ്റ് മീറ്റേഴ്സിലായി. ഇപ്പോൾ സിംഗിൾ ജെറ്റ് മീറ്റേഴ്സ് ആണോ മൾട്ടിപ്പിൾ ജെറ്റ് മീറ്റേഴ്സ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കേടാകുന്നത് സിംഗിൾ ജെറ്റ് ആണ്. കാര്യം ഈ ഇമ്പാക്റ്റ് കൂടുതൽ കാരണം അതിൽ കൂടുതൽ ലോഡ് വരും,
മെക്കാനിക്കൽ പാർട്സ് കേടാകാനുള്ള സാധ്യത സിംഗിൾ ജെറ്റിൽ കൂടുതലാണ്. മൾട്ടിപ്പിൾ ജെറ്റിൽ അത്രയും കൂടുതലല്ല, കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ അതിലുണ്ട്. അത് ചോദ്യങ്ങളായിട്ട് അതും വരാം. Single jet meters are inferential meters consisting of an impeller with the radial vanes, also called a fan wheel, and use a single flow stream or jet to move the sensor. The rotational speed of the impeller is converted into a flow rate which is registered on the meter. ഈ സ്പീഡ് അതിനെ ഫ്ലോ റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് മീറ്ററിൽ റീഡിംഗ് കാണിക്കും. It is critical to precisely control the path of water through the single jet meter to obtain accurate readings. Thus, the inside portion of the single jet meter has to be manufactured to strict tolerances. The accuracy of single jet meters reduces due to wear in the moving parts with the continuous usage over a period of time. ഇങ്ങനെ ഒരു സിംഗിൾ ജെറ്റ് ഇങ്ങനെ ഹൈ വെലോസിറ്റിയിൽ വന്നൊരു പോർഷനിൽ വന്ന് എപ്പോഴും ഇങ്ങനെ ഒന്ന് പതിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആക്യുറസി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് കുറഞ്ഞു തുടങ്ങും. In particular, the starting flow and accuracy of metering at low flow rates may deteriorate, and thus older meters tend to under-register at low flow rates. At higher flow rates, the error can be positive or negative and may be exacerbated by sediments or deposits accumulating inside the meter. Air moving through the meter will also be registered as water and thus can lead to over-register of water flow. ഇതിൽ തന്നെ എയർ ഫ്ലോയും അതുപോലെ ഇങ്ങനെ സെഡിമെന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതും തെറ്റായ റീഡിങ്സ് കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. Single jet meters are thus mostly used in the size range of 15 mm to 40 mm. മൾട്ടി ജെറ്റ് മീറ്റേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു, സിംഗിൾ ജെറ്റ് മീറ്റർ പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചധികം ജെറ്റുകൾ അതിൻ്റെ അകത്തേക്ക് വരും. മൾട്ടി ജെറ്റ് മീറ്റേഴ്സ് ആർ ഇൻഫറൻഷ്യൽ വാട്ടർ മീറ്റേഴ്സ്. സംഗതി ബാക്കിയെല്ലാം സെയിം ആണ്, വെയിൻ ഇങ്ങനെ കറങ്ങുന്നു, അതനുസരിച്ച് നമ്മുടെ ഫ്ലോ വെലോസിറ്റി രജിസ്റ്റർ ചെയ്യുന്നു, അതൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ മൾട്ടി ജെറ്റ് മീറ്റേഴ്സ് ആർ ഇൻഫറൻഷ്യൽ വാട്ടർ മീറ്റേഴ്സ് ദാറ്റ് യൂസ് ആൻ ഇംപെല്ലർ വിത്ത് റേഡിയൽ വെയിൻസ്. ദ ഓപ്പറേഷൻ ഓഫ് മൾട്ടി ജെറ്റ് മീറ്റേഴ്സ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് സിംഗിൾ ജെറ്റ് മീറ്റേഴ്സ്, except that multi-jet meters use several jets to drive the impeller at multiple points. പല പോയിന്റുകളിൽ ജെറ്റ് വന്ന് അടിക്കും. This implies that the forces applied on the impeller are better balanced than in single jet meters, thereby reducing wear on the moving parts and provides greater durability. Durability ഇതിന് കൂടുതലാണ് മൾട്ടി ജെറ്റ് മീറ്ററിന്. അപ്പോൾ മൾട്ടി ജെറ്റ് മീറ്റർ താരതമ്യേന നല്ലതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാം. നമുക്ക് മീറ്ററിൽ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ഇങ്ങനെ 4 ക്ലാസ് ആണ് ഇപ്പോൾ പൊതുവിൽ നമ്മളുള്ളതായിട്ട് അറിയപ്പെടും. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി. ക്ലാസ് എ മീറ്റർ ഉണ്ട്, ക്ലാസ് ബി മീറ്റർ ഉണ്ട്, ക്ലാസ് സി മീറ്റർ ഉണ്ട്, ക്ലാസ് ഡി മീറ്റർ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിള് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മൾ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം കൂടി ഞാനിങ്ങനെ പറഞ്ഞു പോകാം. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു ആൾക്ക് ഒരു ദിവസം വേണ്ട വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 135 ലിറ്ററാണ്. 135 ലിറ്റർ. അപ്പോൾ ഒരു വീട്ടിൽ ഒരു 4 പേരോ 5 പേരോ ഉണ്ടെങ്കിൽ 135 × 4 അല്ലെങ്കിൽ 130 × 5. അപ്പോൾ 130 × 4 ആണെങ്കിൽ ഏതാണ്ട് 135 × 4 ആണെങ്കിൽ ഏതാണ്ട് ഒരു 500 ചില്ലുവാനം കിലോ ലിറ്റർ അല്ല ലിറ്ററാണ് ഒരു വീട്ടിൽ വേണ്ടത്. ഒരു മാസം 130 ലിറ്റർ പെർ ഡേ ആണ് ഒരാൾ എടുക്കുന്നെങ്കിൽ ഒരു മാസം അയാൾക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 135 × 30 ആ ഒരു റേഞ്ചിൽ വരും. ഏതാണ്ട് 4 കിലോ ലിറ്റർ ആയി. 4 കിലോ ലിറ്റർ.
അപ്പം 4000 ലിറ്റർ ആണ് വരിക. അപ്പം 4 കിലോ ലിറ്റർ, 4 യൂണിറ്റ് കാണിക്കുക. അപ്പോൾ നമ്മുടെ മീറ്റർ റീഡിങ്ങിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ഇതാണ്. ഒരു വീട്ടിൽ എത്ര യൂണിറ്റ് വരെ വെള്ളം ചിലവാക്കാം എന്ന് ചോദിച്ചാൽ 5 പേരുള്ള വീട്ടിലാണെങ്കിൽ 5 × 4 20 കിലോ ലിറ്റർ വരെ ഒരു മാസം നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രകാരം ഉപയോഗിക്കാം. 20 കിലോ ലിറ്റർ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരു 30 or 40 or 50 ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ എന്തോ ലോസ് ഉണ്ട്. വെള്ളം ഇങ്ങനെ കണ്ടമാനം ലീക്കായി എവിടെയെങ്കിലും ഹിഡൻ ലീക്കോ എന്തെങ്കിലും സംഭവിക്കുകയായിരിക്കും. അങ്ങനെ വെള്ളം ആ രീതിയിൽ പോവുകയാണെങ്കിൽ റീഡിങ് കൂടുതൽ കാണിക്കും. അപ്പം നമ്മൾ ഈ ഒരു കോമൺ സെൻസ് നമ്മൾ എപ്പോഴും അപ്ലൈ ആണ്. ഒരു വീട്ടിൽ എത്ര ലിറ്റർ വെള്ളം, എത്ര കിലോ ലിറ്റർ വെള്ളം ഒരു മാസം ചിലവുണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾക്ക് 4 കിലോ ലിറ്റർ ആണ് വെച്ച് എത്ര പേരുണ്ടോ അത്രയും × 4 ആ രീതിയിൽ വേണം തന്നെ അസസ് ചെയ്യാൻ. അപ്പോൾ 4 പേരുള്ള കുടുംബത്തിൽ ഒരു മാസം 4 × 4 16 കിലോ ലിറ്റർ പാടുള്ളൂ. അവിടെ കൂടുതൽ വരാൻ പാടില്ല. ഇവിടെ നോക്കൂ, ഈ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി മീറ്റർ, ക്ലാസ് ഡി മീറ്ററിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത, ഇതിൽ കുറച്ച് ടേംസ് കാണുന്നുണ്ട്. ക്യൂ മിൻ, ക്യൂ എൻ, ക്യൂ മാക്സ്, ക്യൂ ടി, ഇങ്ങനെ കുറച്ച് ടേംസ് കാണുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ക്യൂ മിൻ എന്ന് പറഞ്ഞാൽ മിനിമം ഫ്ലോ. ഒരു മീറ്റർ ഓടണമെങ്കിൽ, എറർ ഇല്ലാതെ ഓടണമെങ്കിൽ ഒരു മിനിമം ഫ്ലോ വേണം, ഫ്ലോ റേറ്റ് വേണം. എത്രയെങ്കിലും ലിറ്റർ പെർ അവർ അത് വേണം. ആ ഫ്ലോ ഇല്ല എങ്കിൽ ആ മീറ്റർ ഓടാതിരിക്കും, അല്ലെങ്കിൽ എറർ കാണും. അത് കറക്റ്റായിട്ടുള്ള റീഡിങ്സ് ആയിരിക്കില്ല കാണിക്കുന്നത്. വളരെ സ്ലോയിലാണ് വെള്ളം ഇങ്ങനെ പോകുന്നതെങ്കിൽ എറർ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു മിനിമം ഫ്ലോ റേറ്റ് വേണം. ആ ഫ്ലോ റേറ്റ് ആണ് ഈ ക്യൂ മിൻ എന്ന് പറയുന്നത്. ക്യൂ മിൻ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 5% എറർ അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ആ മിനിമം ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു ക്യൂ മിൻ കാണാം, മിനിമം ഫ്ലോ റേറ്റ്. ഇത്രയെങ്കിലും ഫ്ലോ ഇല്ലെങ്കിൽ ആ മീറ്റർ ശരിയായിട്ടുള്ള അളവ് റീഡ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ക്ലാസ് എ, ക്ലാസ് ബി മീറ്ററിൽ നോക്കൂ, ക്യൂ മിനിമം ക്യൂ എത്രയാണ് വേണ്ടത്? അതിൻ്റെ ഒരു സൈസ് 15 mm മീറ്റർ. നമ്മൾ സാധാരണ ഒരു അരയിഞ്ച് എന്നൊക്കെ നമ്മുടെ ഇവിടെ സാധാരണക്കാർ പറയും. 15 mm പൈപ്പിൽ അല്ലെങ്കിൽ 15 mm ഡയമീറ്റർ ഉള്ള ഒരു മീറ്ററിൽ 60 ലിറ്റർ പെർ അവറെങ്കിലും പോയി കഴിഞ്ഞാൽ, ഫ്ലോ ഉണ്ടെങ്കിൽ അത് എന്താണ്, ഈ എററിൻ്റെ അകത്ത് അത് റീഡിങ് കാണിക്കുകയുള്ളൂ. 5% എററിൻ്റെ അകത്ത് ആ റീഡിങ് കാണിക്കാൻ ആവശ്യമായ മിനിമം ക്വാണ്ടിറ്റി വെള്ളമാണ് ഈ ക്യൂ മിൻ എന്ന് പറയുന്നത്, മിനിമം. അപ്പോൾ ക്ലാസ് എ മീറ്ററിൽ 60 വേണം. അതായത് 60 ലിറ്റർ, ഒരു മണിക്കൂറിൽ 60 ലിറ്റർ എങ്കിലും പാസ് ചെയ്താലേ അത് റീഡ് ചെയ്യുള്ളൂ. അതേസമയം കുറച്ചുകൂടി നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള നല്ല മീറ്റർ വേണം, ക്ലാസ് ബി. അപ്പോൾ നമ്മൾ നല്ല കൂടിയ ക്ലാസ്സിലേക്ക് പോകും. ക്ലാസ് എ എല്ലാം കൂടിയ ക്ലാസ്, അവിടെ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ട് ചെറിയ ഫ്ലോ പോലും മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാസ് ബി മീറ്ററിലേക്ക് പോകണം. ക്ലാസ് ബി മീറ്റർ ആയിക്കഴിഞ്ഞാൽ എത്ര ലിറ്റർ പെർ അവറാ അത് കാണിക്കുന്നത്? എറർ, ഏറ്റവും കുറഞ്ഞ എററിൽ കാണുന്നുണ്ടോ? കാണുന്നെങ്കിൽ പറയാമോ? ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയാമോ? 30. അതെ, 30 ലിറ്റർ ഒരു മണിക്കൂറിൽ 30 ലിറ്റർ പോയി കഴിഞ്ഞാൽ അത് സെൻസ് ചെയ്യും. അതിന്റെ റീഡിങ് മിനിമം ഫ്ലോ 30 ലിറ്റർ പെർ അവർ ആണെങ്കിൽ പോലും അത് റീഡ് ചെയ്യും. അത് സെൻസ് ചെയ്യാൻ തുടങ്ങും. എയർ കുറവായിരിക്കും. 30 ലിറ്റർ പെർ അവർ കാണിക്കണം, അത്രയും റീഡിങ് ഇത് കാണിക്കും ഈ മീറ്റർ. ഇനി ക്ലാസ് സിയിലാണെങ്കിലോ 15 ലിറ്റർ പെർ അവർ, ഒരു മണിക്കൂറിൽ 15 ലിറ്റർ വെള്ളം പോയാൽ പോലും അതിൻ്റെ റീഡിങ് ആ ഇൻസ്ട്രുമെന്റ് കാണിച്ചിരിക്കും. ഇനി ക്ലാസ് ഡി ആണെങ്കിലോ 11.25 ലിറ്റേഴ്സ് പെർ അവർ. അത്രയും വളരെ എന്താണ് കുറഞ്ഞ ക്വാണ്ടിറ്റി, ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി പോലും അത് മെഷർ ചെയ്യും. അപ്പം ഈ മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി. അപ്പോൾ ഈ ക്ലാസ് എയും ക്ലാസ് ബിയും ആണ് സാധാരണ നമ്മുടെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ വീട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് സിയും ക്ലാസ് ഡിയും ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റിക്കും അങ്ങനത്തെ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഒക്കെ യൂസ് ചെയ്യുന്ന മീറ്റേഴ്സാണ്. അത്
ഈ വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ജോഹന്നസ്ബർഗിലൊക്കെ അടുത്ത കാലത്ത് കുടിവെള്ളമില്ലാതെ ദിവസങ്ങളോളം ആളുകൾ ബുദ്ധിമുട്ടി. അപ്പോൾ ക്യാനുകളിലൊക്കെ ആളുകൾ വെള്ളം സൂക്ഷിക്കുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ വെള്ളത്തിന് വില കൂടുമ്പോൾ എന്ത് പറ്റും, ഈ ക്ലാസ് സിയും ക്ലാസ് ഡിയും ഒക്കെ കൂടുതൽ വില കൂടിയ മീറ്ററുകളാണ്, അത് വയ്ക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ഈ ക്ലാസ് എ ക്കാളും നല്ലതാണ് ക്ലാസ് ബി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ റീഡിങ്സ് പോലും, വെള്ളം ഫ്ലോ പോലും അത് മെഷർ ചെയ്യപ്പെടും. ഇനി മിനിമം ഫ്ലോയുടെ കാര്യമാണ് ഈ പറഞ്ഞത് 60. അത് 15 mm ഡയുള്ള മീറ്ററിലാണ് ആ 60 വരുന്നത്. ഇനി ഈ മീറ്ററിന്റെ സൈസിങ് ഇവിടെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചിതിലേക്ക് തന്നെ വീണ്ടും വരാം. സൈസിങ് ഓഫ് മീറ്റർ എന്ന് പറഞ്ഞിട്ട് സൈസിങ് ഓഫ് മീറ്റർ എന്താണ്? മീറ്ററിന്റെ സൈസ്, ഒരു മീറ്ററിന്റെ സൈസ് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പം പറയാൻ കഴിയുന്നത് ഏത് പൈപ്പിലാണോ മീറ്റർ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ഈ കാണിക്കുന്നതും കാണാമെങ്കിൽ ഈ പൈപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് ഡി ആണ് സൈസ്, ഒരു ഡയമീറ്റർ ഡി. അപ്പൊ ഈ പൈപ്പിന്റെ സൈസ് ഒരു 15 mm ആണെങ്കിൽ ആ മീറ്ററിന്റെ സൈസ് എന്ന് പറയുന്നത് 15 mm മീറ്റർ എന്നാണ് പറയപ്പെടുന്നത്. ഈ പൈപ്പിന്റെ സൈസാണ്, ഈ ഡി എന്ന് പറയുന്ന പൈപ്പിന്റെ സൈസാണ് മീറ്ററിന്റെ സൈസായിട്ട് പറയുന്നത്. അപ്പൊ ഡി ഏതൊക്കെ മീറ്റർ, ഡൊമസ്റ്റിക് മീറ്റേഴ്സ് ഏതൊക്കെ സൈസിൽ അവൈലബിൾ ആണ്? ഡൊമസ്റ്റിക് മീറ്റേഴ്സ് 15 mm ഉണ്ട്, 20 mm ഉണ്ട്, 25 mm ഉണ്ട്, 40 mm ഉണ്ട്, 50 mm ഉണ്ട്. അപ്പോൾ ഈ 15 mm എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടുഭാഷയിൽ നമ്മൾ ഇവിടെ ആൾക്കാർ അര ഇഞ്ച് മീറ്റർ എന്നൊക്കെ പറയും. അര ഇഞ്ച്, 3/4 ഇഞ്ച്, 1 ഇഞ്ച്, 1.25 ഇഞ്ച്, 1.5 ഇഞ്ച് എന്നൊക്കെ നമ്മളിങ്ങനെ ആ ഒരു രീതിയിൽ പറയും. പക്ഷെ ഇത് ശ്രദ്ധിക്കണം, 15, 20, 25, 40 ആൻഡ് 50. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 45 ഇല്ല, ഒരു 30 ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇതാണ് സൈസിങ്. അപ്പൊ ഇതെല്ലാം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈപ്പിന്റെ സൈസാണ്, പൈപ്പിന്റെ ഡയയുടെ സൈസാണ്. 15 mm പൈപ്പ് എന്ന് പറയുന്ന 1/2 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 3/4 ഇഞ്ച് പൈപ്പ് എന്നൊക്കെ ആ ഒരു കണക്കുണ്ട്. 15 mm പൈപ്പ് അവൈലബിൾ ആണ്, 20 mm പൈപ്പ് അവൈലബിൾ ആണ്, 25 mm അവൈലബിൾ ആണ്. അങ്ങനെ ആ പൈപ്പിന്റെ സൈസ് വെച്ചിട്ട് തന്നെയാണ് മീറ്ററിന്റെ സൈസും പറയുക. ഇത് ഡൊമസ്റ്റിക് മീറ്ററിന്റെ സൈസ് 50 mm വരെ ഉള്ളൂ. 50 mm കൂടുതലാണെങ്കിൽ അത് ഡൊമസ്റ്റിക് എന്ന് പറയാൻ കഴിയില്ല, ബൾക്ക് മീറ്റർ ആയിട്ട് മാറും. അപ്പോൾ ഈ ഡൊമസ്റ്റിക് മീറ്റേഴ്സ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 15, 15, 20, 25, 40 ആൻഡ് 50 ആണ്. ഇനി ബൾക്ക് മീറ്റർ എത്രയെന്ന് ചോദിച്ചാൽ 50, 80, 100, 150, 200, 250, 300, 350, 400, 500, 600 ഒക്കെ ഉണ്ട് ഈ ബൾക്ക് മീറ്റർ. അപ്പം ഈ ബൾക്ക് മീറ്ററിന്റെ സൈസ് 50-ന് മുകളിലോട്ടാണ്. ഇതെല്ലാം ശ്രദ്ധിക്കണം. ഈ നമ്മുടെ പഴയ ബ്രിട്ടീഷ് ഇത് പ്രകാരം 50 എന്ന് പറയുന്നത് 1 ഇഞ്ച്, പിന്നെ 80 2 ഇഞ്ച്, 2 ഇഞ്ച്, ഇത് 3 ഇഞ്ച്, 6 ഇഞ്ച്, അങ്ങനെയൊക്കെയാണ് അത് പോകുന്നത്. 200 8 ഇഞ്ച്, 250 9 ഇഞ്ച്. പണ്ട് ബ്രിട്ടീഷ് സിസ്റ്റമാണ് ഫോളോ ചെയ്തത്. അങ്ങനെയുള്ള കണക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഈ നമ്പേഴ്സ് ഒന്ന് ഓർത്തിരിക്കണം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. സൈസിങ്ങിന് IS കോഡിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ. ഈ IS കോഡിൽ IS 779 1994 IS കോഡിലാണ് ഈ സൈസസിനെ കുറിച്ച് പറയുന്നത്. അത് ഈ 1994 വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ റീഅഫേം ചെയ്തു. 2015 ഈ സൈസിനെ വീണ്ടും ഒന്ന് റീഅഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് IS 779 1994 ആണ്. പിന്നെ ഈ ബൾക്ക് മീറ്ററിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 50 ആൻഡ് എബോവ് ആണ്. അത് IS 2373 1981 1981. അപ്പോൾ ഈ രണ്ട് IS കോഡുകളും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടും ഈ വാട്ടർ മീറ്റർ അല്ലെങ്കിൽ ഫ്ലോ മീറ്ററിൻ്റെ റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ IS 779 അത് ഓർക്കുക, IS 2373 ഓർക്കുക. ഈ രണ്ട് IS കോഡിൻ്റെ PDF കോപ്പി ഞാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മീറ്ററിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെയാണ് പറയുന്നത്.
എന്നുവെച്ചാൽ ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഒരു സംശയവും ഉണ്ട് ഒരു എഞ്ചിനീയറിന് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഓരോ കാര്യവും ഒരു പ്രാക്ടീസിങ് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു സംശയം വരാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് ഈ കോഡിൽ പ്രൊസീജിയേഴ്സിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 കോഡും ഓർത്തിരിക്കുക. വീണ്ടും പഴയ അതിലേക്ക് പോകാൻ. അതുപോലെ മൾട്ടി ജെറ്റ് മീറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാം. നമുക്ക് ഫ്ലോ റീജിയൻ എങ്ങനെയാണത്, അതിൻ്റെ അകത്തുള്ള ബ്ലേഡ് എങ്ങനെയാണ് അത് മൗണ്ട് ചെയ്യും, സെൻസർ മൗണ്ട് ചെയ്യുന്ന കാര്യം. എങ്ങനെയാണ് ഫ്ലോ വെള്ളം ഈ മൾട്ടി ജെറ്റ് മീറ്റേഴ്സിൽ വന്ന് പതിക്കുന്നത്. ഇങ്ങനെ പല മൾട്ടി ഇന്നർ ഇതിൽ കൂടെ പോയിട്ട് ഇവിടെ പല ബ്ലേഡ് ഓപ്പണിങ്സിൽ കൂടെയാണ് അതിലേക്ക് ആ ബ്ലേഡിലേക്ക് വന്നത്. എന്നിട്ട് അതിനെ കറക്കിക്കൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. അതിൻ്റെ സ്ട്രീം ലൈൻസ് കാണിക്കും. അത് കറങ്ങുന്നത് നോക്കൂ. ഇങ്ങനെ പല സ്ഥലത്തു നിന്നും വന്ന് പല ഓപ്പണിങ്സിൽ കൂടെ അതിൽ വന്ന് പതിച്ചിട്ടാണ് അത് ഇറങ്ങിപ്പോകുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ക്ലാസ് എ മീറ്റർ ആണെങ്കിൽ 60 ലിറ്റർ പെർ ഒരു മണിക്കൂർ 60 ലിറ്റർ എങ്കിലും ഫ്ലോ ചെയ്താൽ അത് സെൻസ് ചെയ്യുള്ളൂ. ആ എറർ 5% എററിൻ്റെ അകത്ത് റീഡിങ്സ് കാണിക്കുകയുള്ളൂ. അത് ക്ലാസ് എ. ക്ലാസ് ബി ആണെങ്കിൽ 30 ലിറ്റേഴ്സ് പെർ അവർ ആണെങ്കിൽ പോലും കാണിക്കും. ക്ലാസ് സി ആണെങ്കിൽ 15 ലിറ്റേഴ്സ് പെർ അവർ ആണെങ്കിൽ കാണിക്കും. ക്ലാസ് ഡി ആണെങ്കിൽ 11.25 ആണെങ്കിലും കാണിക്കും. ഇനി നോമിനൽ ഡയമീറ്റർ നമ്മൾ പറഞ്ഞു, ഇത് ഡൊമസ്റ്റിക് മീറ്റേഴ്സ് ആണ്. ഡൊമസ്റ്റിക് മീറ്റേഴ്സ് 15 mm, 20 mm, 25 mm, 32 mm ഇങ്ങനെ പല സൈസ് ഉണ്ട്. സൈസ് ഓഫ് മീറ്റർ ഞാൻ പറഞ്ഞു. 15 mm, 20 mm, 25 mm, 40 mm, 50 mm. അപ്പോൾ ഇതിലെ മിനിമം ഫ്ലോ റേറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു. ക്ലാസ് എ ആണെങ്കിൽ 60, ക്ലാസ് ബി ആണെങ്കിൽ 30. ക്ലാസ് സിയും ക്ലാസ് ഡിയും നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി ഇതിൽ ട്രാൻസിഷണൽ ഫ്ലോ റേറ്റും ഉണ്ട്, മാക്സിമം ഫ്ലോ റേറ്റും ഉണ്ട്. മാക്സിമം ഫ്ലോ റേറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. മാക്സിമം ഫ്ലോ റേറ്റ് ഇവിടെ 15 mm സൈസിലെ മാക്സിമം ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ 3 kL per hour ആണ്. 3 kL per hour. 3 kL per hour എന്ന് പറയുമ്പോൾ ഒരു ദിവസം പരമാവധി ആ മീറ്ററിൽ കൂടി 3 × 24 മണിക്കൂറാണ് ഫ്ലോ ഉള്ളത്. അപ്പോൾ 3 × 24 ഏതാണ്ട് 75 kL per day. 75 kL താഴെ ആണ് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ വെള്ളത്തിൻ്റെ ഉപയോഗമെങ്കിൽ ഈ 15 mm സൈസ് മീറ്റർ മതിയാകും. അതേസമയം അതിനേക്കാളും കൂടി 75-നേക്കാളും കൂടി ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻ്റ് ഒക്കെയാണ്, അത് കുറച്ച് കൂടുതൽ ആൾക്കാർ പക്ഷേ ഒറ്റ കണക്ഷനെ കാണുള്ളൂ. അപ്പോൾ അവിടെ ഈ ചെറിയ മീറ്റർ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ കുറച്ചുകൂടെ വലിയ മീറ്റർ, ഒരു 3/4 ഇഞ്ച് മീറ്ററോ അല്ലെങ്കിൽ 1 ഇഞ്ച് മീറ്ററോ അങ്ങനെ ഈ പറഞ്ഞ പോലെ 20 mm സൈസിലോ 25 mm സൈസോ ഒക്കെ വേണ്ടി വരും. പക്ഷെ അപ്പോൾ അവിടുത്തെ മാക്സിമം ഫ്ലോ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അവിടെ ആ 20 mm മീറ്ററിലാണെങ്കിൽ മാക്സിമം ഫ്ലോ എത്രയാണ് വരുന്നത്? 5 kL per hour, 5 kL per hour. അപ്പോൾ ഒരു ദിവസം പരമാവധി 5 × 24 120 kL വരെ ആ മീറ്റർ കൂടെ അത് നല്ല റീഡിങ് റിലയബിൾ ആയിട്ട് എന്ന് പറയാം. അതിൻ്റെ താഴെ നിൽക്കാവും, എങ്കിലും മാക്സിമം ഇത്രേ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ ആണെങ്കിൽ 15 ആണെങ്കിൽ വെറും 75 ഒക്കെ ഉള്ളൂ. 75ക്ക് മുകളിൽ 100 kL
കൺസംഷനുള്ള ഒരു കണക്ഷനിൽ നിങ്ങൾ ഈ ചെറിയ അരയിഞ്ച് മീറ്റർ അല്ലെങ്കിൽ 15 mm കൊണ്ട് വയ്ക്കാൻ പാടില്ല. ആ മീറ്ററിന്റെ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കൺസംഷനിൽ ഏത് മീറ്റർ സെലക്ട് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു സ്ഥലത്ത് ഇത്രയാണ് അവരുടെ ഉപയോഗം, അവരുടെ ഡെയിലി റിക്വയർമെന്റ് ഒരു 300 അല്ലെങ്കിൽ 200 kL ആണ് എങ്കിൽ അവിടെ വയ്ക്കേണ്ട മീറ്ററിന്റെ സൈസ് എന്താണ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്കിതാണ്, ഈ ഒരു ടേബിളാണ് അതിന് ആശ്രയം. അപ്പം ഇവിടെ ഇതൊക്കെ IS കോഡിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്, IS കോഡിൽ നിന്ന് എടുത്ത ടേബിളാണ്. അപ്പം ഇവിടെ 5 kL/h ആണ് മാക്സിമം ഫ്ലോ റേറ്റ്. ഇതിവിടെ 25 mm ആണെങ്കിൽ 7 kL/h ആണ്. 40 mm ആണെങ്കിൽ 20 kL/h ആണ്. 20 kL/h എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് 20 × 24 500 kL വരെ അത് റീഡ് ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ 50 mm ആണെങ്കിൽ 30 kL/h. 30 kL/h 30 × 50 30 × 24 700 600 ഏതാണ്ട് 750 kL വരെ ഈ ചെറിയ 50 mm സൈസ് ഡൊമസ്റ്റിക് കാറ്റഗറി ടൈപ്പാണ് ഇതൊക്കെ. ഈ ഡൊമസ്റ്റിക് മീറ്റർ വെച്ച് തന്നെ 750 kL എവിടെയെങ്കിലും കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ചെറിയ 50 mm ഡൊമസ്റ്റിക് മീറ്റർ വെച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സബ് ഡിവിഷനിൽ ടെക്നോ പാർക്കിൻ്റെ ഡെയിലി കൺസംഷൻ എന്ന് പറയുന്നത് 1000 kL/d ആണ്. 1000 kL/d. ഒരു ദിവസം തന്നെ 1000 kL 1 MLD എന്നാണ് പറയുന്നത്. 1000 kL എന്ന് പറയുന്നത് 1 MLD, മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ. ഈ ഒരു എന്താണ് പറച്ച ടേംസ് ഒക്കെ ശ്രദ്ധിക്കുക. ഓരോ 1 MLD വാട്ടർ കൺസ്യൂം ചെയ്യുന്നിടത്ത് ഏത് സൈസ് മീറ്റർ വയ്ക്കും എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് ബി ചെറിയ മീറ്ററുകൾ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല. കുറച്ചുകൂടി ബൾക്ക് മീറ്ററേ വയ്ക്കാൻ പറ്റുള്ളൂ. 1 MLD കൺസംഷൻ എന്ന് പറയുമ്പോൾ 1000 kL/d, ഒരു ദിവസം 1000 kL. ഇനി 1 m³ വാട്ടർ കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര കിലോലിറ്ററാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ വേഗം? 1 m³, ഒരു m³ വെള്ളം എത്ര കിലോലിറ്റർ ആണ്? 1 kiloliter. 1 kL അല്ലേ. 1 m³ എന്ന് പറയുന്നത് 1 kL ആണോ? അതെ. അപ്പം എവിടെയെങ്കിലും നമ്മൾ ചിലപ്പം ഈ കിലോലിറ്ററിന് വരെ m³/h എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ആ m³ എന്ന് പറയുന്നത് കിലോലിറ്റർ ആണ്. നമ്മുടെ ഈ SI യൂണിറ്റ്സിലല്ല ഈ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് മിക്കവാറും വരിക. അവിടെ ചിലപ്പോൾ ഈ പറഞ്ഞ kL/h, ഇതൊന്നും SI അല്ല. അതുപോലെ നിങ്ങൾ പ്രഷർ ഹെഡിൻ്റെ യൂണിറ്റ് സാധാരണ എന്താണ്? നിങ്ങൾ മീറ്റർ ആണല്ലേ അല്ലേ? ഒരു മീറ്റർ അല്ലെങ്കിൽ Nm/m², ഇങ്ങനെയൊക്കെ ഉള്ള യൂണിറ്റ് ആണ് അവിടെ വരുന്നതെങ്കിൽ ഇവിടെ പ്രഷർ കാണിക്കുന്നത് kg/cm² എന്നാണ്. kg/cm² കാണിക്കും. kg/cm² എന്ന് പറയുമ്പോൾ 1 MPa എത്ര kg/cm² ആണെന്ന് ചോദിച്ചാൽ 10 kg/cm². ആ 10 kg/cm² എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ഹെഡാണ്. 10 മീറ്റർ ഹെഡ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. മറക്കുക, ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷേ ഇതിൽ ബന്ധമുള്ള കാര്യമുണ്ട്. നമ്മൾ ഈ മീറ്റർ വെക്കുമ്പോൾ, മീറ്റർ റൺ ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഹെഡ് എപ്പോഴും വേണം. അതിന് സാധാരണഗതിയിൽ 10 മീറ്റർ പൊക്കമുള്ള ഒരു ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ആണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് കാണിക്കും. ആ 10 മീറ്റർ പൊക്കമുള്ള ടാങ്കിൽ നിന്നുള്ള വെള്ളം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പ്രഷർ എത്രയായിരിക്കും? 1 kg/cm². അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, വീണ്ടും പറയുന്നു. മാക്സിമം ഫ്ലോയും ഇതിലുണ്ട്. ഒരു മീറ്റർ സൈസ്, ഏത് സൈസാണ് സെലക്ട് ചെയ്യുക എന്നത് അവിടുത്തെ ഫ്ലോ എത്രത്തോളം വെള്ളം കൺസംഷൻ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളാണ് ഇടുന്നതെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ഒരു കർവ് നോക്കൂ. ഈ കർവിൽ ഇത് മിനിമം ഫ്ലോ. ഈ മിനിമം ഫ്ലോ ഇത്രയും വേണം. ഈ മിനിമം ഫ്ലോ ഇതിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എറർ കൂടും അല്ലേ? എറർ കൂടുക എന്ന് പറഞ്ഞാൽ ആ റീഡിങ്സ് കാണിക്കില്ല.
ആ റീഡിങ്സ് കാണിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കാണിക്കുള്ളൂ, കുറച്ച് കാണിക്കും. ആ റീഡിങ്സ് മിക്കവാറും ഈ ഫ്ലോയെക്കാളും കുറവാണ് ഒരു മീറ്ററിൽ കൂടെ ഒഴുകുന്നതെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ എ ക്ലാസ് അല്ലെങ്കിൽ ബി ക്ലാസ് മീറ്ററിൽ എന്താണ് എ ക്ലാസ് മീറ്ററിൽ 60 ലിറ്റർ പെർ അവർ, അതിനേക്കാളും കുറവാണ് ഫ്ലോ എങ്കിൽ, അത് 30 ലിറ്റർ പെർ അവറേ ഉള്ളൂ എങ്കിൽ അവിടെ എറർ കൂടുതലായിരിക്കും എ ക്ലാസ് മീറ്ററിൽ. അപ്പം അവിടെ എപ്പോഴും ഒരു മിനിമം ഫ്ലോ റേറ്റ് അതിലുണ്ട്. ഇനി അത് ഫ്ലോ റേറ്റ് കൂടുന്നതനുസരിച്ച് ആ എറർ കുറഞ്ഞു വരും. എറർ കുറഞ്ഞു വന്നിട്ട് അത് ഒരു എന്താണ് ഒരു ട്രാൻസിഷൻ റീജിയനിലേക്ക് വരും. ട്രാൻസിഷൻ റീജിയൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എറർ ഒരു മിനിമത്തിൽ താഴോട്ടും മുകളിലോട്ടുമായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് മാക്സിമം ഫ്ലോ അറിയാം, ഇവിടെ ഏറ്റവും മിനിമം ഫ്ലോയും അറിയാം. ഈ മാക്സിമം ഫ്ലോയുടെ ഏതാണ്ട് പകുതിയാണ് നോമിനൽ ഫ്ലോ എന്ന് പറയുന്നത്, ക്യൂ നോമിനൽ, QN. ഈ QT എന്ന് പറയുന്നത് ട്രാൻസിഷൻ, അതായത് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ട് പിന്നെ ഒരു നോർമൽ ഫ്ലോയിലേക്ക് വരുന്ന ആ ഒരു ട്രാൻസിഷനാണ് ഇവിടെ. അതായത് ഒരു ചെറിയ വേരിയേഷൻ ഈ ട്രാൻസിഷൻ റീജിയനിൽ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കർവ് നമ്മുടെ മനസ്സിൽ വേണം. അതിലുള്ള ഈ ടേംസ് Q മിനിമം, QT, Q നോമിനൽ, Q മാക്സിമം, Q ട്രാൻസിഷൻ, Q മിനിമം, ഈ 4 ടേംസും മീറ്ററിൻ്റെ സ്പെസിഫിക്കേഷനിലും ഉണ്ടാവും. ഇതിൽ ഈ ടേബിളിൽ ട്രാൻസിഷൻ ഫ്ലോയും കാണിച്ചിട്ടുണ്ട്, മാക്സിമം ഫ്ലോയും കാണിച്ചിട്ടുണ്ട്, മിനിമം ഫ്ലോയും കാണിച്ചിട്ടുണ്ട്. നോമിനൽ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ചെറിയൊരു പോസ് ഞാൻ എടുക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കൊന്ന് ആലോചിക്കാനും എന്തെങ്കിലും ചോദിക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പം മറ്റൊന്നും ചോദിക്കാനില്ല എന്ന് വിചാരിക്കാം. നമ്മൾ സൈസിങ് ഓഫ് വാട്ടർ മീറ്റർ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, അത് ഏത് പൈപ്പിലാണോ ഫിറ്റ് ചെയ്യുന്നത് ആ പൈപ്പിൻ്റെ സൈസായിരിക്കും മീറ്ററിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അങ്ങനെ 15 mm ഉണ്ട്, 20 mm ഉണ്ട്, 25 mm ഉണ്ട്, 40 mm ഉണ്ട്, 50 mm ഉണ്ട് ഡൊമസ്റ്റിക്. അപ്പോൾ അതെല്ലാം ഈ പൈപ്പിൻ്റെ സൈസ് അനുസരിച്ചാണ്. പക്ഷേ നമ്മളൊരു മീറ്റർ സെലക്ട് ചെയ്യുന്നത് പൈപ്പിൻ്റെ സൈസ് അനുസരിച്ചല്ല, പൈപ്പിൻ്റെ സൈസ് അനുസരിച്ചാണ് സാധാരണ മീറ്റർ ഫിക്സ് ചെയ്യുന്നതെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിലും മീറ്റർ സെലക്ട് ചെയ്യുന്നത് എന്താണ് അവിടുത്തെ കൺസംഷൻ അനുസരിച്ചാണ്. ആ ഒരു കണക്ഷൻ എടുക്കുമ്പോൾ അവരുടെ കൺസംഷൻ എത്രയാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരു മീറ്റർ സെലക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾക്ക് 135 ലിറ്റർ വേണം ഒരു ദിവസം. അങ്ങനെ ഒരു 10 പേരുണ്ടെങ്കിൽ 13.5 1350 കിലോ 350 ലിറ്റർ വേണം, 1.35 കിലോ ലിറ്റർ വേണം ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ ഏത് മീറ്റർ വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് 15 mm മതി. അത് 10 എന്നുള്ളത് ഒരു 50 100 പേര് ആയിക്കഴിഞ്ഞാൽ വീണ്ടും മീറ്ററിൻ്റെ സൈസ് മാറും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി നോക്കിക്കോളൂ, ഈ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച്, ഇൻസ്റ്റലേഷൻ ഓഫ് മീറ്റേഴ്സ് നിങ്ങളുടെ ഇതിൽ പറയുന്നുണ്ട്. ഇൻസ്റ്റലേഷൻ, മീറ്റർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ മീറ്റേഴ്സൊക്കെ നമുക്ക് പഠിക്കാം. മീറ്റർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഒരു യു മോഡലാണ്, യു ട്രാപ്പ് പോലെ. ഈ യു ട്രാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത മീറ്റർ നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ വാട്ടർ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ, ഒരു വാട്ടർ യൂട്ടിലിറ്റി സ്ഥാപനം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മീറ്ററാണ്. അത് ചെറുതായിട്ട് കാണുന്നുള്ളൂ, എങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു യു ഷേപ്പിലാണ്, അതായത് യു ഷേപ്പിലാണ് ഈ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ യു ഷേപ്പിൽ മീറ്ററിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഏറ്റവും 25 mm മീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ പൈപ്പിൻ്റെ ഡി എന്ന് പറയുന്നത് 25 mm ആയിരിക്കും. അങ്ങനെ ഡി ആണെങ്കിൽ ഈ യു ട്രാപ്പിൻ്റെ അകത്ത് ഈ പൈപ്പിൻ്റെ നീളം ഇങ്ങനെ രണ്ട് സൈഡിലും
ഇതിൻ്റെ ഒരു നിപ്പിളൊക്കെ എന്താ ഉണ്ടാവും. ആ നിപ്പിൾ കഴിഞ്ഞിട്ട് 10D ടൈംസ് ആ പൈപ്പിൻ്റെ നീളം ഉണ്ടാവും. 10 × D. 10 × D എന്ന് പറയുമ്പം ഒരു 15 mm ആണെങ്കിൽ 15 × 10 150 mm, അതായത് 15 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പൈപ്പ് ഈ സൈഡിലും ഇങ്ങനെ ഉണ്ടാവണം. കാരണം വെച്ചാൽ ഈ ടർബുലൻറ്റ് ഫ്ലോ വന്ന് ഡയറക്റ്റ് ഈ മീറ്ററിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ടർബുലൻറ്റ് ഫ്ലോ, ഈ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഒഴിവാക്കുന്നതിന് മീറ്ററിന് മുമ്പും അതിന് ശേഷവും 10 ടൈംസ് ഡയമീറ്റർ നീളത്തിൽ ഒരു പൈപ്പ് ഫിക്സ് ചെയ്തിരിക്കണം. അതൊരു റൂളാണ്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ ക്വസ്റ്റ്യനായിട്ട് വരുമ്പോൾ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞുകൂടാത്തവർക്ക് ഇതൊന്നും ഒരിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സിമ്പിളാണ്. പക്ഷേ ഇനി ഇൻസ്റ്റലേഷൻ, വാട്ടർ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ടർ മീറ്റർ ഷാൽ നോട്ട് ബി റൺ വിത്ത് ഫ്രീ ഡിസ്ചാർജ് ടു അറ്റ്മോസ്ഫിയർ. നമ്മൾ ഡയറക്റ്റ് മീറ്ററിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുക്കുന്ന പരിപാടി പാടില്ല. നമുക്കൊരു സ്ഥലത്ത് ടാപ്പിന് പകരം ഈ മീറ്ററിൻ്റെ ഇപ്പുറത്തൊരു വാൽവും ഘടിപ്പിച്ചിട്ട്, ഇവിടെ സ്റ്റോപ്പ് വാൽവുണ്ട്, ആ മീറ്ററിനോട് ചേർന്ന് നമുക്ക് ടാപ്പിന് പകരം മീറ്ററിൽ കൂടെ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റുന്ന സംവിധാനം കൊള്ളാമായിരുന്നു. അങ്ങനെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും. നമ്മുടെ പൈപ്പിൻ്റെ അറ്റത്ത് ഒരു മീറ്റർ ഘടിപ്പിച്ചിട്ട് മീറ്ററിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം എടുക്കുന്ന എന്തുകൊണ്ട് പറ്റില്ല? അങ്ങനെ ചെയ്യാൻ പാടില്ല. എ മീറ്റർ ഷാൽ നോട്ട് ബി റൺ വിത്ത് ഫ്രീ ഡിസ്ചാർജ് ടു അറ്റ്മോസ്ഫിയർ. ഇഫ് ദ സ്റ്റാറ്റിക് പ്രഷർ ഓൺ ദ മെയിൻ എക്സീഡ്സ് 10 meter head of water, otherwise the meter is liable to be overloaded and പ്രത്യേകിച്ച് എന്താണ്, ഇഫ് ദ സ്റ്റാറ്റിക് പ്രഷർ ഓൺ ദ മെയിൻ എക്സീഡ്സ് 10 meter head of water, 10 മീറ്റർ ടാങ്ക് പൊക്കത്തിലുള്ള ടാങ്കിനേക്കാളും കുറച്ചുകൂടെ ഉയർന്ന സ്ഥലം, ഇപ്പോൾ നമ്മൾ അരുവിക്കര എന്ന് പറയുമ്പോൾ 60 മീറ്റർ പൊക്കമാണ് തിരുവനന്തപുരത്ത് നിന്ന്. അത്രയും ഹെഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ടാപ്പിലേക്ക് വരുന്ന വെള്ളം ഈ ഏതെങ്കിലും ഒരു കണക്ഷൻ നമ്മൾ ഡയറക്റ്റ് ടാപ്പ് ചെയ്ത് എടുത്തിട്ട് ഒരു മീറ്ററിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റിക് പ്രഷർ 60 മീറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ പ്രഷറിൽ ഇങ്ങനെ ഭയങ്കര വെലോസിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഡാമേജ്ഡ് ആവും. ഇതെല്ലാം മെക്കാനിക്കൽ പാർട്സ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ ഇൻസ്റ്റലേഷൻ ഓഫ് വാട്ടർ മീറ്റേഴ്സ് ടോപ്പിക്കിലുള്ളതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്ന നോട്ട്സിലുണ്ട്. അത് ഒന്ന് വായിക്കേണ്ടി വരും. അത് ഇവിടെ പറഞ്ഞു തന്നെ പോകാം. വീണ്ടും നോക്കൂ. ഇഫ് ദ മീറ്റർ ബോഡി ഓർ അഡ്ജസന്റ് പൈപ്പ് ബിക്കംസ് partially drained of water, the accumulated air when passed through the meter is registered as water and may cause inaccuracies and perhaps damage. The inaccuracies may be more pronounced in the case of inferential meters. In such a situation, suitable devices like air release valve may be fitted on the upstream side of the meter. ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഇൻ്റർമിറ്റൻ്റ് ആയിട്ടായിരിക്കും വെള്ളം കൊടുക്കുന്നത്. ടാങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് പമ്പ് ചെയ്യും, ആ ഒരു മണിക്കൂർ മാത്രമേ വെള്ളം കാണുള്ളൂ. അപ്പോൾ ഈ പമ്പിലെ വെള്ളം, ടാങ്കിലെ വെള്ളം ഇങ്ങനെ ലൈനിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ, പൊക്കത്തിലാണ്, ഹൈറ്റിലൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ധാരാളം എയർ ഇങ്ങനെ നമ്മുടെ ടാപ്പിൽ കൂടെ റിലീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ മീറ്റർ എയർ പോകാൻ വേറെ വാൽവോ ഒന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഈ എയർ എല്ലാം കൂടെ മീറ്ററിൻ്റെ അകത്തൂടെ തന്നെ കടന്നു. അപ്പോൾ മീറ്ററും വെള്ളവുമായിട്ട് കുറച്ച് കഴിയുമ്പോൾ കടന്നു പോകും. അപ്പോൾ ഇതെല്ലാം ഈ മീറ്റർ റീഡ് ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എയർ വാൽവ് വെക്കേണ്ടി വരും. ഈ മീറ്ററിൻ്റെ അപ്സ്ട്രീം സൈഡിൽ പൊക്കമുള്ള സ്ഥലത്ത് എയർ റിലീസ് ചെയ്ത് പോകാനായിട്ട് എയർ വാൽവ് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എയർ വാൽവ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെള്ളം മാത്രമേ വരുള്ളൂ. കാരണം എയർ എല്ലാം റിലീസ് ചെയ്ത് പോയി കഴിഞ്ഞു, ബാക്കി വെള്ളം വരുന്നത് താഴോട്ട്. ആ യു ട്രാപ്പിൻ്റെ അകത്ത് യു ട്രാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, ആ യു ട്രാപ്പിനകത്ത് എപ്പോഴും വെള്ളം കാണും അല്ലേ. ആ വെള്ളം റിലീസ് ചെയ്ത് പോകാൻ വേറെ വഴി ഉണ്ടാവില്ല. അപ്പോൾ മീറ്ററിൻ്റെ രണ്ട് സൈഡിലും എപ്പോഴും വെള്ളം കാണും. എയർ വന്നു കഴിഞ്ഞാലും എയർ വന്ന് ഇങ്ങനെ വന്ന് ഇതിനെ തള്ളി പുഷ് ചെയ്ത് മാറ്റണമെങ്കിൽ നല്ല പ്രഷറിൽ വരണം. പക്ഷേ എയർ റിലീസിങ് വാൽവ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, അവിടെ കൂടെ എയർ പോവുകയും ബാക്കിയുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വന്ന് നിറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻസ്റ്റലേഷൻ കുറച്ചുകൂടെ പക്കയായി. എയർ വാൽവ് കൂടി ഒരു അപ്സ്ട്രീം സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, യു ട്രാപ്പും കൂടെ ആണെങ്കിൽ മീറ്റർ വെള്ളം മാത്രമേ റീഡ് ചെയ്യുള്ളൂ. അതേസമയം ഈ യു ട്രാപ്പ് ഇല്ല, ഡയറക്റ്റ് ആ പൈപ്പിന് പാരലായിട്ട് അല്ലെങ്കിൽ പൈപ്പിൻ്റെ ആക്സിസിൽ തന്നെ ഈ മീറ്റർ വെക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ഈ ഇതിൻ്റെ അകത്ത് ഒരിക്കലും വെള്ളം കാണൂല, അത് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും. ഈ ഇവിടെയുള്ള എയറും എപ്പോഴും എയർ ഇങ്ങനെ ഓടിയിട്ട് മീറ്ററും കേടാവും, മീറ്റർ ഇല്ലാത്ത പൈസ അടയ്ക്കേണ്ടി വരും, പിന്നെ എയർ കാരണം വെള്ളം ബില്ല് വന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകേണ്ടി വരും. അപ്പോൾ അത് മീറ്റർ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല.
പിന്നെന്താണ്, a meter shall be located where it is not liable to get severe shock of water hammer, which might break the piston or damage the rotor, and the position shall be such that it is always full of water. A recommended method of making connection to achieve this purpose is shown in figure. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ യു ട്രാപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെള്ളം നല്ല സ്പീഡിൽ വന്നാലും അതിൻ്റെ ഒരു ഷോക്ക് ഈ ടർബുലൻസ് ഒന്നും ഇനി ഏക്കില്ല. ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ യു ട്രാപ്പ് മോഡലിലാണ് ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഈ ഷോക്ക് ഇതിൽ, ഈ വാട്ടർ ഹാമറൊന്നും ഇതിൽ വന്ന് അടിക്കില്ല. ഇത് ഞാൻ പറഞ്ഞ കാര്യമാണ് ഇതിൽ വീണ്ടും ഇതിൽ എഴുതിയിട്ടുള്ളത്. എയർ എന്താണ്, കമ്മ്യൂണിക്കേഷൻ പൈപ്പിൻ്റെ, അതായത് നമ്മുടെ സർവീസ് പൈപ്പിൻ്റെ താഴെ മീറ്റർ വെക്കണം. യൂട്രാപ്പ് ആകുമ്പോൾ ഇത്തിരി താഴെയായി, മീറ്റർ ഈസ് ബിലോ ദി ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ പൈപ്പ്. അങ്ങനെ ആണെങ്കിൽ ഇന്റർമിറ്റൻറ്റ് സപ്ലൈ സിസ്റ്റത്തിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. ഇൻഫറൻഷ്യൽ മീറ്റർ ഷാൽ ബി ഇൻസ്റ്റാൾഡ് ഇൻ പൊസിഷൻ ഫോർ വിച്ച് ദേ ആർ ഡിസൈൻ. ദേ ഷാൽ ബി പ്ലേസ്ഡ് ഹൊറിസോണ്ടലി വിത്ത് ഡയൽ ഫേസിങ് upwards. നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാണ്. There shall therefore be straight of pipe streams upstream and downstream of meter for an equivalent length of 10 times the nominal size of the meter. ഇത് അപ്പുറം ഇപ്പുറം ഒരു 10 ടൈംസ് 10 ടൈംസ് ഡയമീറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. മീറ്റേഴ്സ് ലയബിൾ ടു ഡാമേജ് ബൈ ഫ്രോസ്റ്റ് shall be suitably protected. ഇതിൻ്റെയൊക്കെ ഇൻസ്റ്റാളേഷൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ്. Before installing a meter, the section of the line to be metered shall be thoroughly flushed to remove all foreign matter, and when starting up, control valve shall be opened slowly until the line is full, as a sudden discharge may damage the meter. ഈ മീറ്റർ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ്, നമ്മളെ യു ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അപ്പുറം ഇപ്പുറവും വാൽവ് ഉണ്ടാവും. അപ്പോൾ ആ വാൽവ് ഒറ്റയടിക്ക് നല്ല പ്രഷറിൽ വരുന്ന ലൈനായിരിക്കും, നല്ല പ്രഷറുള്ള ലൈനാണ്. ഒറ്റയടിക്ക് തുറക്കരുത്, വളരെ പതുക്കെ തുറക്കുകയും അതിന് തുറക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്ക് ഫോറിൻ മാറ്ററൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് മീറ്റർ വെക്കാവും. എന്നിട്ട് വാൽവ് വളരെ പതുക്കെ തുറക്കണം. ദ കൺട്രോൾ വാൽവ് ഷാൽ ബി ഓപ്പൺ സ്ലോലി അണ്ടിൽ ദ ലൈൻ ഈസ് ഫുൾ. അങ്ങനെ ആ ലൈൻ, ആ യു ട്രാപ്പ് മുഴുവൻ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ നമുക്ക് വാൽവ് കൂടുതൽ തുറക്കാം. The water meter being a delicate instrument shall be handled with great care. Rough handling, including jerks or fall, is likely to damage. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെയായി. The following, which of the following has to be ensured while installing a meter എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയും. ഇതില്ലാത്ത വെറുതെ ഒരു കാര്യം കൂടി അതിൻ്റെ കൂട്ടത്തിൽ എഴുതും. അപ്പോൾ അത് നമുക്ക് അറിയാൻ കഴിയണം ഏതാണ് എന്നുള്ളത്. The water meter being a delicate instrument shall be handled with great care. Rough handling ഒഴിവാക്കണം. Including jerks or fall is likely to damage and affects its accuracy. അതുപോലെ the meter shall be installed at a spot where it is readily accessible. ഇതൊക്കെ ഇതിൽ പറയുന്നതാണ്, നമ്മുടെ മാനുവലിൽ പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് ഫോളോ ചെയ്യണം. To avoid damages and overrun of the meter due to intermittent water supply system, it is always advisable to install the water meter so that the top of the water meter is below the level of communication pipe, so that meter always contains water when there is no supply in the line. പറഞ്ഞ കാര്യമാണ്. The meter shall preferably be housed in a chamber with the lid for protection. ഒരു അടപ്പ്, അതിനൊരു കവറിങ് വേണം. അല്ലെങ്കിൽ ആ ചൂട്, ഈ ഡയറക്റ്റ് സൺലൈറ്റ് എപ്പോഴും അതിൽ അടിച്ചിട്ട് അതിൻ്റെ ഡയലൊക്കെ കേടാകാനോ, അതിൻ്റെ ഗ്ലാസ് വേപ്പറൊക്കെ ഫോം ചെയ്തിട്ട് നമുക്ക് വായിക്കാൻ പറ്റാതെ ആവും. അപ്പോൾ അത് ഒരു അടപ്പ്, ഒരു ലിഡ് വേണം. ഇറ്റ് ഷുഡ് നെവർ ബി ബറീഡ് അണ്ടർഗ്രൗണ്ട്. ഈ ചിലരാണെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചൊക്കെ ഇട്ടേക്കും. റീഡിങ് എടുക്കാൻ വരുന്നവർ പിന്നെ തോണ്ടിയിട്ട് അവർ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം പിടിച്ചിട്ട് കഴുകി റീഡിങ് ഒക്കെ എടുക്കേണ്ട സ്ഥിതിയുണ്ട്. അതൊക്കെ ധാരാളം കേസുകൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് നെവർ ബി ബറീഡ് അണ്ടർഗ്രൗണ്ട്, nor installed in the open nor under a water tap.
ഈ ടാപ്പിൻ്റെ അടിയിൽ തന്നെ മീറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, ആ വെള്ളം അതിൽ ആ മീറ്ററിൻ്റെ മുകളിൽ വീഴുക, അങ്ങനെയൊന്നും പാടില്ല. സോ ദാറ്റ് വാട്ടർ മേ നോട്ട് ഡയറക്ട്ലി ഫോൾ ഓൺ ദ മീറ്റർ. ഇറ്റ് ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻസൈഡ് ഇൻസ്പെക്ഷൻ പിറ്റ്സ് built out of bricks or concrete and covered with the lid. It should not be suspended. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ്, ഒരു ഇൻസ്പെക്ഷൻ പിറ്റ് വേണം. നമുക്ക് അതിൻ്റെ മൂടി തുറന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ മീറ്റർ റീഡ് ചെയ്യാനൊക്കെ പറ്റും. അതിൽ വെള്ളം നിറഞ്ഞു കിടക്കാൻ പാടില്ല, വെള്ളം ഡയറക്റ്റ് വീഴാൻ പാടില്ല. അതുപോലെ എന്താണ്, ഈ തൂക്കിയിടാനൊന്നും പാടില്ല. മീറ്റർ വെച്ചിട്ട് ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ തൂക്കിയൊക്കെ ഇങ്ങനെ വളച്ചും തിരിച്ചുമൊക്കെ ഇടുക, അങ്ങനെയൊന്നും പാടില്ല. അത് ഫിക്സ് ചെയ്ത് തന്നെ ഇരിക്കണം. ഈ മീറ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു എല്ലാം നിങ്ങളുടെ വീട്ടിലൊക്കെ മീറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം, അതിലൊരു ആരോ ഇങ്ങനെ കാണും. ഈ ആരോ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ ആരോ കാണിക്കുന്നത് മീറ്റർ ഷാൽ ബി ഇൻസ്റ്റാൾഡ് സോ ദാറ്റ് ലോഞ്ചിറ്റ്യൂണൽ ആക്സിസ് ഈസ് horizontal and the flow of water should be in the direction shown by the arrow cast on the body. ഇങ്ങനെയാണ് ആരോ എങ്കിൽ ഈ റൈറ്റ് സൈഡിൽ നിന്നാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നതെന്നാണ് അർത്ഥം. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആരോ എങ്ങോട്ടാണ്, അപ്പോൾ വെള്ളം ആരോയുടെ ഹെഡ് ഇങ്ങോട്ടാണെങ്കിൽ അത് നമ്മുടെ വീടിലേക്ക് പോയിന്റ് ചെയ്യണം. അല്ലെങ്കിൽ വെള്ളം പൈപ്പ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് അതിൽ നിന്നുള്ള വെള്ളം വേണം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്ക്, വീട്ടിൻ്റെ അകത്തുള്ള ടാങ്കിലേക്കോ ബാത്റൂമിലേക്കോ കൊടുക്കേണ്ടത്. ഈ ആരോ ശ്രദ്ധിക്കുക. ഈ ആരോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസ്റ്റലേഷൻ ടൈമിൽ പല കേസുകളും സംഭവിക്കാറുണ്ട്. മീറ്റേഴ്സ് എന്താണ്, ഈ ആരോ ഒന്നും നോക്കാതെ തിരിച്ചു വയ്ക്കുമ്പോൾ എന്ത് പറ്റും? മീറ്റർ റീഡിങ് ആദ്യം തന്നെ ഫസ്റ്റ് റീഡിങ് തന്നെ എത്രയാവും? 9999. എന്താ കാര്യം? മീറ്റർ തിരിഞ്ഞു കറങ്ങും. അതേസമയം കറക്റ്റായിട്ട് ഫ്ലോ ഡയറക്ഷനിൽ തന്നെയാണ് കറങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് റീഡിങ് 1 വരണം, അല്ലെങ്കിൽ 2 കഴിഞ്ഞ് വരണം. ഇപ്പോൾ തിരിച്ച് കറങ്ങുമ്പോൾ എന്താ പറ്റുക? 9999, അല്ലെങ്കിൽ എത്ര 5 ഡിജിറ്റ് ഉള്ളതാണെങ്കിൽ അത്രയും 9 ആയിരിക്കും ആദ്യത്തെ റീഡിങ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത റീഡിങ് 98 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് റീഡിങ് തന്നെ ഇത്രയും കൺസംഷൻ ചെയ്ത ഒരു ബില്ല് കൊടുത്താലുള്ള സ്ഥിതി ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ഇൻസ്റ്റലേഷനിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ ആരോ നോക്കണം. ഈ ആരോ ശ്രദ്ധിക്കാതെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് ഭയങ്കര ഹൈ റീഡിങ് വരും, വലിയ ബില്ല് വരും. അങ്ങനെയുള്ള കേസുകൾ നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ ഒരുപാട് കേസുകളുണ്ട്. പിന്നെ അത് പ്രത്യേകം പോയി കണ്ടുപിടിച്ച് അത് തിരിച്ചു വയ്ക്കേണ്ടി വരും. ഇത് പ്രോപ്പർ കെയർ ഇല്ലാതെ, ആളുകളുടെ അഭാവം, റീഡേഴ്സ് ഇല്ലാതെ വരിക, എഇമാരില്ലാതെ വരിക, ഇങ്ങനെ വരുമ്പോൾ സൂപ്പർവിഷൻ ഇല്ലാതെ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനത്തെ കേസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻസ്റ്റലേഷൻ ഈ ആരോ ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഇനി owing to fine clearance in the working parts of the meters, they are not suitable for measuring water containing sand or similar foreign matter, and in such cases a filter or dirt box of the adequate effective area shall be fitted on the upstream side of the meter. It should be noted that the normal strainer fitted inside a meter is not a filter. മീറ്ററിൻ്റെ അകത്തൊരു ഇതുണ്ട്, ഒരു സ്ട്രെയിനർ ഉണ്ട്, അത് ഒരു ഫിൽട്ടർ അല്ല. ആൻഡ് ഡസ് നോട്ട് പ്രിവെന്റ് ദ എൻട്രി ഓഫ് സ്മോൾ പാർട്ടിക്കിൾ സച്ച് ആസ് സാൻഡ്. അത് ഈ മീറ്ററിൻ്റെ അകത്തുള്ള ഫിൽട്ടർ ഈ സാൻഡിൻ്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഈ അഴുക്ക വെള്ളം സപ്ലൈ ചെയ്യുന്ന സ്കീമുകളിൽ നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്താണ് കണക്ഷൻ എടുക്കുന്നതെങ്കിൽ മീറ്ററിൻ്റെ മുമ്പ് നമ്മളൊരു സ്ട്രെയിനറൊക്കെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്യണം. എന്നിട്ട് അതിൽ വെള്ളം അഴുക്കൊക്കെ വരുന്നത് അതിൽ നിന്ന് തന്നെ സ്ട്രെയിൻ ചെയ്ത് കളയാൻ പറ്റണം. അപ്പോൾ ഈ സാൻഡും മഡും ഒന്നും മീറ്ററിന് യോജിച്ചതല്ല. അപ്പോൾ ഇൻസ്റ്റലേഷൻ ഇൻ യു ഷേപ്പ് ഈസ് എസെൻഷ്യൽ ഫോർ ഇന്റർമിറ്റന്റ് വാട്ടർ സപ്ലൈ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഇപ്പോൾ 9:30 ആയി. ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ, ഒരു എക്സാം. നിങ്ങൾ ഒരു നമ്പർ നോട്ട് ചെയ്യുക. ആ നമ്പറിലേക്ക് ഇതിൻ്റെ ഞാനിനി തരാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കണം. ഒരാളുടെ ഫോണിൽ നിന്ന് 1A 2B 3C അല്ലെങ്കിൽ 4 അങ്ങനെ 1 to എത്രയാണോ ക്വസ്റ്റ്യൻ ഉള്ളത്, 9 ക്വസ്റ്റ്യൻ ആണുള്ളത്. കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മെസ്സേജ് ആയിട്ട് അയക്കുക. എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. ഞാനിവിടെ മെസ്സേജ് എഴുതി വയ്ക്കാം. 956 2 640 712. നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ്. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ നമ്പറിലേക്ക് ഞാൻ ഇനി തരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ
ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 9 ക്വസ്റ്റ്യൻ ആണ് അതിലുള്ളത്, തയ്യാറാക്കിയതാണ്. നിങ്ങൾ നോക്കിയിട്ട് അതൊന്ന് അയച്ചാൽ മതി. നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷനാണ്, പരസ്പരം ആരും അറിയാൻ പോകുന്നില്ല. നിങ്ങൾ ഞാനുമായിട്ടൊരു ഇൻട്രാക്ഷൻ മാത്രമാണ്. അത് എത്രയാണ് നിങ്ങളുടെ ഒരു ഈ ക്ലാസ്സിൻ്റെ ഒരു പെർഫോമൻസ് എന്നുകൂടെ അറിയാനുള്ള ഒരു അവസരമാണ്. ഇതാണ് ക്വസ്റ്റ്യൻസ്. 9 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 9 ക്വസ്റ്റ്യൻസ്. ഈ മോഡലിലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുക. കാണുന്നുണ്ടോ ക്വസ്റ്റ്യൻ? ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളായിരുന്നു. കാണുന്നുണ്ട്. ഓക്കെ. 3 വരെ കണ്ടിട്ടുള്ളൂ. കാണാം, കൂടുതൽ കാണാം. രണ്ട് പേജ് ആക്കുന്നില്ലേ? ആദ്യം നിങ്ങൾ ഈ 6 5 ഒന്ന് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്തിലോട്ട് പോകാം. അല്ലെങ്കിൽ 4 ഒന്ന് ചെയ്യും. വായിക്കാൻ പറ്റുന്നുണ്ടോ? വാട്സാപ്പിൽ ഷെയർ ചെയ്യണോ? ചെയ്യാം. ഓക്കെ, ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഷെയർ ചെയ്ത നമ്പറിൽ തന്നെ എനിക്ക് റിപ്ലൈ അയക്കും.
ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ചെയ്തെങ്കിൽ അടുത്തതിലേക്ക് പോകാം. ഓക്കെ, നിങ്ങളത് അയച്ചാൽ മതി. നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഒരു 10 മിനിറ്റിനകത്ത് അയക്കണം.